ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ ഫേസ്ബുക്ക് ലൈവിൽ കൂടി എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ പാസ്റ്റർ ക്രിസ്തുദാസ്, ഒരു പെന്തക്കോസ്ത് സഭയുടെ അംഗവും അതിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് പെന്തക്കോസ്ത് സമൂഹം. എന്നാൽ ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ അംഗമായി തീർന്നതിൽ ഞങ്ങൾ അഭിമാനമുള്ളവരും സന്തോഷമുള്ളവരുമാണ്. അതിന് കാരണമെന്ന് പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ജീവിതം വേദന നിറഞ്ഞതും അസമാധാനം നിറഞ്ഞതുമാണ്. അവിടെ സമാധാനപരമായൊരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക്, അഥവാ യേശുക്രിസ്തുവിന്റെ രക്ഷയും ദൈവവചനത്തിൻ്റെ യഥാർത്ഥമായ പഠിപ്പിക്കലുകളും പെന്തക്കോസ്ത് സമൂഹത്തിൽ ഉള്ളതാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ വേറിട്ടൊരു ജീവിതം നയിപ്പാൻ ഇടയായിത്തീർന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് സമാധാനകരമായൊരു ജീവിതം നയിപ്പാൻ കർത്താവ് കൃപ നൽകിയത്. ഞാൻ ഈ ഫേസ്ബുക്ക് ലൈവിൽ കൂടി വരാനുള്ള കാരണം, പെന്തക്കോസ്ത് സമൂഹത്തെക്കുറിച്ച് ധാരാളം വിമർശനങ്ങൾ കാലഘട്ടങ്ങളിൽ പലരും ആരോപിക്കപ്പെടാറുണ്ട്. ഞങ്ങളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയോ അതിനെ പ്രതികരിക്കുകയോ ചെയ്യാറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പെന്തക്കോസ്ത് സമൂഹം പണം കൊടുത്താണ് ആളുകളെ മതപരിവർത്തനം നടത്തുന്നതെന്ന് അദ്ദേഹം പറയാനിടയായിത്തീർന്നു. അദ്ദേഹം ഒരു സാമൂഹിക സംഘടനയുടെ നേതാവെന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞ ആരോപണത്തിന് അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി നൽകേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചിട്ട് ഈ ലൈവ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പണം കൊടുത്താൽ മാറുന്നതാണ് വിശ്വാസമാർഗമെങ്കിൽ നിൽക്കുന്ന വിശ്വാസമാർഗത്തിൻ്റെ ദൗർബല്യത, അഥവാ അതിൻ്റെ ജീർണിച്ച സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുവാനിടയായിത്തീരണം. പണം കൊടുത്താണ് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പണം കൊടുത്ത് ഓരോരുത്തരെ മാറ്റിക്കൊണ്ടിരുന്നാൽ മതിയല്ലോ. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇന്ന് വരെ ക്രൈസ്തവ വിശ്വാസത്തിൽ വരുവാൻ ആർക്കും പണം ഞങ്ങൾ കൊടുത്തിട്ടുമില്ല, ഞങ്ങളാരും പണം സ്വീകരിച്ചിട്ടുമില്ല. പ്രത്യേകിച്ച് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പല ആനുകൂല്യങ്ങളും ഈ വിശ്വാസം സ്വീകരിച്ചത് കൊണ്ട് നഷ്ടപ്പെടുത്തിയവരാണ്. ഒരു പഞ്ചായത്തിൽ നിന്നൊരു വീട് അനുവദിച്ചാൽ അതിന് ജാതി സർട്ടിഫിക്കറ്റ് വേണം. ജാതി സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, ജാതി സർട്ടിഫിക്കറ്റിനോട് തന്നെ മതപരമായിട്ടുള്ള സർട്ടിഫിക്കറ്റും വേണം. അത് ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ട് വീടില്ലാത്ത നൂറുകണക്കിന് പേര് പെന്തക്കോസ്ത് സമൂഹത്തിലുണ്ട്. ഒരു ജോലിക്ക് പോകണമെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും കൂടി ഈ മാർഗത്തിൽ ഞങ്ങൾ ജീവിപ്പാനുള്ള കാരണം, ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു യേശു നൽകിയ സമാധാനവും സന്തോഷവുമാണ്. വെള്ളാപ്പള്ളി നടേശൻ ഈ ആരോപണം ഉന്നയിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചൊരു ഘടകം, അദ്ദേഹം ഒരു അബ്കാരി കോൺട്രാക്ടറാണ്, ബാറുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെന്തക്കോസ്ത് സമൂഹം ഇവിടെ വളർന്നു വന്നു കഴിഞ്ഞാൽ നഷ്ടമുണ്ടാകുന്ന ഒരു വിഭാഗമാണ് മദ്യം വിൽപ്പിക്കുന്ന അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ലോബികൾ. കാരണം പെന്തക്കോസ്ത് സമൂഹത്തിൽ നിൽക്കുന്ന 90% പേരും മുഴുവൻ അധ്വാനികളായിരുന്നു. എന്നാൽ മദ്യപാനം ഉപേക്ഷിച്ചിട്ടാണ് ഈ വിശ്വാസ മാർഗത്തിലേക്ക് വന്നത്. അദ്ദേഹത്തിന് പല ബാറുകളുണ്ട്, പല കള്ളുഷാപ്പുകളുണ്ട്, അതിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹം. ഇങ്ങനെ പെന്തക്കോസ്ത് സമൂഹം ഇവിടെ വളർന്നു വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാറുകൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് അദ്ദേഹത്തിനറിയാം. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം നടത്തുന്ന ബാറുകളിൽ പോയി വെള്ളമടിച്ച് പല കുടുംബങ്ങൾ നശിച്ചാലും അദ്ദേഹത്തിന് സമ്പത്തുണ്ടാകണമെന്നാണ്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, പെന്തക്കോസ്ത് സമൂഹത്തെ എത്ര വിമർശിച്ചാലും ഇവിടെ ആദർശമുള്ള ജീവിത വിശുദ്ധിയുള്ള ധാരാളം പെന്തക്കോസ്ത് സമൂഹങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം 100 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു അല്ലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാൻ അവകാശവും സ്വാതന്ത്ര്യവും ഇല്ലാത്തതുകൊണ്ട് അവർ മറ്റൊരു മതത്തിലേക്ക്, ബുദ്ധമതത്തിലേക്കൊക്കെ പോകാൻ തയ്യാറെടുത്തു നിന്നപ്പോഴാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തത്. 100 വർഷത്തെ പാരമ്പര്യമേ അവർക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ അവസരം കൊടുക്കാമെന്ന പ്രലോഭനം നടത്തി ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുപോയത് വെള്ളാപ്പള്ളി നടേശനെയൊക്കെയാണ്. അപ്പോൾ അവരുടെ ജീർണത, അവരുടെ വിശ്വാസത്തിൻ്റെ വളരെ ജീർണത വെളിപ്പെടുത്തുന്ന കാര്യമാണ്.
പെന്തക്കോസ്ത് സമൂഹം ഇന്ന് എതിർക്കപ്പെടുവാനുള്ള ഏറ്റവും വലിയൊരു കാരണം മദ്യലോബികളും മയക്കുമരുന്ന് ലോബികളും പെന്തക്കോസ്ത് സമൂഹത്തിനെതിരാണ്. കാരണം ഞങ്ങൾ മദ്യപാനത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും പ്രസംഗിക്കുകയും പലരും ക്രൈസ്തവ വിശ്വാസത്തിൽ വരുന്നുണ്ട്. മദ്യപാനമൊക്കെ നിർത്തി വരുന്നുണ്ട്. ഇത് വിൽക്കുന്നവരുടെ കച്ചവടവും ലാഭവും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങളെ എതിർക്കുന്നത്. അത് മതത്തിൻ്റെ പേരിൽ എതിർക്കുന്നെങ്കിലും ഇത് പണം ചെലവഴിക്കപ്പെടുന്നത് മദ്യവിൽപ്പനക്കാരും കഞ്ചാവ് വിൽപ്പനക്കാരും ഒക്കെ തന്നെയാണ്. എങ്കിലും ഞങ്ങൾ പറയട്ടെ, ഞങ്ങളെപ്പോലെ അനേകരുടെ ജീവിതത്തിൽ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാൻ പെന്തക്കോസ്ത് സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ശത്രുക്കളില്ല. ഞങ്ങൾ ആരെയും വെറുതെ ദ്രോഹിക്കുന്നവരല്ല. ഞങ്ങൾ സമാധാനം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് വെള്ളപ്പള്ളി നടേശൻ മനസ്സിലാക്കുക, താങ്കളുടെ ബാറുകൾ പൂട്ടിയാൽ പോലും ഒരു മദ്യപാനി നല്ല ജീവിതം നയിക്കുന്നുവെങ്കിൽ അതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് പെന്തക്കോസ്ത് സമൂഹത്തെ അംഗീകരിക്കേണ്ട ഒരു വ്യക്തിയാണ് താങ്കൾ. കാരണം താങ്കൾ ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ ആശയങ്ങളെ പിന്തുടരുന്നു എന്ന് വ്യാജ അവകാശവാദം പറയുന്ന വ്യക്തിയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയൊക്കെ ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. താങ്കൾ ബാറുകൾ നടത്തുമ്പോൾ ആ ആശയങ്ങൾക്കധികം എത്രയോ വിദൂരത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താങ്കൾ നടത്തിയ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ്. ഈ പ്രസ്താവനയിൽ വേറൊരു മതത്തിൻ്റെ ആയിരുന്നെങ്കിൽ ഇവിടെ കല്ലേറും അടിയും ബഹളവും ഒക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഞങ്ങൾ അത്തരക്കാരല്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, ഞങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രതികരിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ എല്ലാ പാസ്റ്റേഴ്സും എല്ലാ വിശ്വാസ സമൂഹവും ഞങ്ങൾ അഭിമാനത്തോടെ പെന്തക്കോസ്തുകാരാണെന്ന് പറയുന്നതിൽ സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.